എൻ്റെ പേര് സുമിഷ. ഇതെൻ്റെ ഹസ്ബൻഡ്, ഞങ്ങളുടെ മക്കൾ. ഹസ്ബൻഡിൻ്റെ പേര് രാജേഷ്, മകൻ ഋതുരാഗ്, മകൾ ഋതിക. ഞങ്ങൾ മലപ്പുറം തിരൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 ജനുവരി 2-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ ഹസ്ബൻഡിന് 3 വർഷമായിട്ട് BP ഉണ്ടായിരുന്നു. അത് തുടർച്ചയായിട്ട് മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം മരുന്ന് മുടങ്ങിയാൽ തലേൻ്റെ ബാക്കിൽ ഭയങ്കര വേദന ഉണ്ടാവൽ. ഞങ്ങളിവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു. ഉടമ്പടിയിലെ ഉപ്പും തേനും തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു, പുരട്ടി. 15 ദിവസം കൊണ്ട് ഞങ്ങൾക്കത് മാറിക്കിട്ടി. പിന്നെ ഇതുവരെ ആയിട്ട് മരുന്ന് കഴിച്ചിട്ടില്ല. യാതൊരു കുഴപ്പവും ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടില്ല. അമ്മ അത് സൗഖ്യപ്പെടുത്തി തന്നു. രണ്ടാമത്തത്, എൻ്റെ മകൾക്ക് സ്കിന്നിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. 1 വയസ്സായപ്പോൾ തുടങ്ങിയതായിരുന്നു. പല ഡോക്ടർമാരെയും കാണിച്ച് മരുന്ന് കഴിച്ച് യാതൊരു മാറ്റവും ഉണ്ടായില്ല. കഴിക്കുമ്പോൾ മാത്രം മാറും, പിന്നെ വീണ്ടും തുടങ്ങും. ഡോക്ടർമാർ പറഞ്ഞ കുട്ടിയെ പ്രായമായി വരുമ്പോഴത്തേക്കും മാറിക്കോളും എന്നാണ്. ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചിരുന്നു. 3 ദിവസം കൊണ്ട് ഉടമ്പടി തൈലം പുരട്ടി ഞങ്ങൾക്കത് മാതാവ് മാറ്റി തന്നു. മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. അടുത്ത ഹസ്ബൻഡ് പറയാം. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ വളരെയധികം വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാഹനങ്ങൾ, കുറേ വർഷങ്ങളായിട്ട് വാഹനങ്ങളുണ്ടായിരുന്നു. വാഹനങ്ങൾ ഓടിക്കുന്ന ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ട് കാരണം ഒരു വ്യക്തിക്ക് പണയപ്പെടുത്തി വണ്ടി കൊടുത്തു. ഇങ്ങോട്ട് വരാൻ വണ്ടി ഇല്ലാതായി. അങ്ങനെ ഇവിടെ അമ്മയോട്, മാതാവിനോട് പറഞ്ഞു, എന്താ ചെയ്യാം മാതാവേ, ഇങ്ങനെ ആയിപ്പോയല്ലോ, ഒന്ന് രക്ഷിക്കണം, വണ്ടി തിരികെ കിട്ടാൻ വേണ്ടി സഹായിക്കണം മാതാവേ. അത് പറഞ്ഞ് ഇവിടുന്ന് പോയി. എല്ലാവർക്കും വ്യക്തികൾക്ക് തരാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. പിന്നെ അവിടെ വണ്ടി നേരെ പോകുമ്പോൾ മലപ്പുറത്തുനിന്ന് ഇവിടെ വന്ന് പോകുമ്പോൾ ഒരു ദിവസം പിടിക്കും. കൊണ്ടുപോയിക്കോളെന്ന് പറയും. പിന്നെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മാതാവിനോട് ഞങ്ങൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇങ്ങനത്തെ അവസ്ഥ. മാതാവ് അടുത്ത വരവിൽ ഞങ്ങൾക്ക് ആ വണ്ടി തിരികെ കേളിക്കാൻ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വെച്ചതായിരുന്നു. അത് കൊടുത്ത് ആ വ്യക്തി വേറൊരു വ്യക്തിയെ പൈസ തന്നു. 2-ാമത്തെ ദിവസം വണ്ടി എടുത്തു. അടുത്ത വരവ് ഞങ്ങൾ ആ വണ്ടിയായിട്ട് ഇവിടെ വന്നത്. അത് ഭയങ്കര ഒരു അത്ഭുതം ആയിരുന്നു. ഭയങ്കര മാതാവിന് അത്രയും വലിയൊരു നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ വീടിൻ്റെ കാര്യം, വീട് ലോണിനായിരുന്നു. ആ ലോണ് അടയ്ക്കാൻ പറ്റാതെയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. അത് ഇവിടെ അച്ഛനെ വന്ന് കണ്ടു. ഇങ്ങനെ ലോൺ ജപ്തിയായിട്ടുണ്ട്. അച്ഛനെ കണ്ടു. വൈഫായിരുന്നു അച്ഛനെ കണ്ടത്. അങ്ങനെ വൈഫിനെ തലയിൽ വെച്ച് അച്ഛൻ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം കിട്ടി. പിന്നെ അടുത്ത മാസം തന്നെ ഇവിടേക്ക് തിരികെ വരുമ്പോൾ ഞങ്ങൾക്ക് സാധിച്ചു തന്നു. അതും അടച്ചു. ഞങ്ങൾ ജപ്തിയൊന്നും ഇല്ലാതെ എല്ലാ അനുഗ്രഹവും മാതാവിൻ്റേതായിരുന്നു. മാതാവ് അത്രയും ഞങ്ങൾ അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ, പ്രസിദ്ധി പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്തത് പത്രങ്ങൾ കൊടുക്കുക. വീട്ടിൽ കയറി എല്ലാ വീട്ടിലും, ആരുടെ വീടാണ് ഏത് വീടെന്നൊന്നും അറിയില്ല, എല്ലാ വീട്ടിലും ഞങ്ങൾ അറിയാത്ത മേഖലയിലും പോയി വീടുകളിൽ പോയിട്ട് കൊടുക്കുകയായിരുന്നു. പത്രങ്ങൾ എത്ര കിട്ടിയാലും 5 കെട്ട് 10 കെട്ട് മേടിച്ച് പോകും. പിന്നെ മാസം വരുമായിരുന്നു. അങ്ങനെ എല്ലാം അനുഗ്രഹവും ഞങ്ങൾക്ക് മാതാവ് സാധിച്ചു തന്നു. പിന്നെ ബൈബിൾ വായിക്കൽ 1 മണിക്കൂറൊക്കെ ഇരുന്ന് ഡെയിലി വായിക്കുമായിരുന്നു. 1/2 മണിക്കൂറായിരുന്നു പറഞ്ഞ്. പക്ഷെ ഞങ്ങൾ ആദ്യം അതൊന്നും അറിയില്ലായിരുന്നു. ബൈബിൾ എങ്ങനെയാണ് വായിക്കുക, ഒന്നും ഇതിനെ പറ്റിയ ഒരു അറിവുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ വായിച്ചു എല്ലാ ദിവസവും മുടങ്ങാതെ വായിച്ചു. മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി.